ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ഹരേ കൃഷ്ണ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഡീറ്റെയിൽ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുവെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ GK ആൻഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, പഠിക്കാൻ ഏതൊക്കെ സോഴ്സുകളാണ് റിലൈ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് നമുക്കറിയാം 45 ചോദ്യങ്ങളാണ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഭാഗത്തുനിന്ന് വരുന്നത്. 135 മാർക്ക്. ഓക്കെ, GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഭാഗത്തുനിന്ന് 45 ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതും ഒരു ടാങ്കിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം കോരിയെടുക്കുന്നതും ഏകദേശം ഒരുപോലെ തന്നെയാണ്. കാരണം GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് കാണാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഏരിയാസ്, ചില ഭാഗങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് GK ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കുറച്ച് സ്ട്രെസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത്, ശ്രദ്ധിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോന്നേയും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ GK ഭാഗമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, GK ഭാഗത്തുനിന്ന് ആദ്യം വരുന്ന ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് കമ്മമറേറ്റീവ് ഡേയ്സ്, അതായത് ഇമ്പോർട്ടൻറ്റ് ദിവസങ്ങൾ. അതായത് ഇപ്പോൾ വേൾഡ് എയ്ഡ്സ് ഡേ എന്നാണ്, എൻവയോൺമെൻറ്റ് ഡേ എന്നാണ്, ഓഷ്യൻ ഡേ എന്നാണ്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകളുണ്ട്. അത് നിങ്ങൾ മാക്സിമം നോട്ട് ചെയ്ത് പഠിക്കുക. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം നോട്ട് ചെയ്ത് പഠിക്കുക. കീ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഡേറ്റ്സ് നിങ്ങൾ വിടാതിരിക്കാൻ നിങ്ങൾ ഓർക്കുക. ഓക്കെ, അങ്ങനെ കീ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ 20 ഡേറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഒരു ബുക്ക് നോട്ട്, GK ആൻഡ് കറണ്ട് അഫയേഴ്സിന് മാത്രം ഒരു നോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് അതിൽ എഴുതി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി വായിച്ച് റിവൈസ് ചെയ്ത് പഠിക്കുക. പിന്നെ വരുന്നത് കൺട്രീസ് ആൻഡ് ദെയർ ക്യാപിറ്റൽസ്. കൺട്രീസ്, വേൾഡ് കൺട്രീസും അതിൻ്റെ തലസ്ഥാനങ്ങൾ, ക്യാപിറ്റൽസ്. ഇപ്പോൾ വേൾഡിൽ ഒരുപാട് കൺട്രീസ് ഉണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഫേമസ് ആയിട്ടുള്ള കുറേ കൺട്രീസ് ഉണ്ട്. ഓക്കെ, ഫേമസ് ആയിട്ടുള്ള കൺട്രീസ്, അതുപോലെ റീസെൻ്റ് ആയിട്ട് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന കുറേ കൺട്രീസ് ഉണ്ട് ഇല്ലേ? അങ്ങനത്തെ കൺട്രീസിൻ്റെ ക്യാപിറ്റൽസ് ഒക്കെ നിങ്ങൾ മെയിനായിട്ട് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ സെനാരിയോയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ സ്റ്റേറ്റുകളും അതിൻ്റെ ക്യാപിറ്റൽസും, അതെ, സംസ്ഥാനങ്ങളും അതിൻ്റെ എന്ത് ചെയ്യുക, അതിൻ്റെ ക്യാപിറ്റൽസും. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലെ ഒരു 7 സംസ്ഥാനങ്ങൾ. ആ 7 സംസ്ഥാനങ്ങളിലെ ക്യാപിറ്റൽസ് നിങ്ങൾ മെയിനായിട്ട് നോക്കുക. നാഗാലാൻഡ്, മിസോറാം, ആസാം, അരുണാചൽ, അങ്ങനെ 7 സ്റ്റേറ്റുകളുണ്ട്, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ്. അതിൻ്റെ ക്യാപിറ്റൽസ് നിങ്ങൾ മെയിനായിട്ടൊന്ന് ഫോക്കസ് ചെയ്യുക. കാരണം അത് കുറച്ച് കൺഫ്യൂസിങ്. അതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ പോയ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഭാഗമാണ് ഇന്റർനാഷണൽ ബോഡീസ്. ഇന്റർനാഷണൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UN ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് UN ആണ്, യുണൈറ്റഡ് നേഷൻസ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസും അതിൻ്റെ പ്രിൻസിപ്പൽ ഓർഗൻസ് അതൊക്കെ ഒന്ന് വൃത്തിക്ക് പഠിക്കുക. യുണൈറ്റഡ് നേഷൻ്റെ ഫോർമേഷൻ, അതിൻ്റെ കാര്യങ്ങൾ, അതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അത് രൂപീകരിച്ച ദിനം, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ UN-ന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ട്, യുനെസ്കോ ഉണ്ട്, മറ്റേ WTO ഉണ്ട്. അങ്ങനെ UN-ന്റെ കുറച്ച് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ട്. ആ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കാറുണ്ട്. യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ? പിന്നെ അതുപോലെ തന്നെ ICJ, അതായത് UN-ന്റെ ജുഡീഷ്യൽ ഓർഗൻ ആണ് ICJയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ? അപ്പൊ അതുപോലെ പിന്നെ വേറെയും ഇന്റർനാഷണൽ ബോഡീസ് ഉണ്ട്, ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ? അങ്ങനെ കുറേ ഇന്റർനാഷണൽ ബോഡീസ് ഉണ്ട്. ആ ഇന്റർനാഷണൽ ബോഡീസും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ, അതിൻ്റെ ലൊക്കേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് ജനറൽ സയൻസ് ആണ്. ഓക്കെ, ജനറൽ സയൻസ് ഭാഗത്ത് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫിസിക്സ്, ജനറൽ സയൻസ് പറയാൻ 3 കാര്യങ്ങളുണ്ട്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഫിസിക്സിൽ പൊതുവെ കാണുന്നൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ്സും അതിൻ്റെ ഉപയോഗം. ഇപ്പോൾ ബാരോമീറ്റർ എന്തിനാ, ഹൈഗ്രോമീറ്റർ എന്തിനാ, തെർമോമീറ്റർ എന്തിനാ, ആ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കെമിസ്ട്രി ഭാഗത്ത് ചോദിക്കുന്നത് ആസിഡ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഇപ്പോൾ ടൊമാറ്റോയിൽ ഏത് ആസിഡാണ്, ഇപ്പോൾ മുന്തിരിയിൽ ഏത് ആസിഡാണ്, ഓറഞ്ചിൽ ഏത് ആസിഡാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ബയോളജിയിൽ വരുന്നത് മെയിനായിട്ട് വൈറ്റമിൻസ് ചോദിക്കാറുണ്ട്. സ്ഥിരമായി ചോദ്യം വരുന്നൊരു ഭാഗമാണ് വൈറ്റമിൻസ്. ഇപ്പോൾ വൈറ്റമിൻ A കൊണ്ടുള്ള ഡെഫിഷ്യൻസി എന്താ, വൈറ്റമിൻ A കുറഞ്ഞാൽ വരുന്ന രോഗം എന്താ? ഓക്കെ, അപ്പോൾ വൈറ്റമിനും അത് കുറഞ്ഞാലുള്ള രോഗങ്ങൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ ബ്രാഞ്ചസ് ഓഫ് ബയോളജി ഉണ്ട്. ഓക്കെ, സ്റ്റഡി ഓഫ് സെല്ല്, ഓക്കെ, പിന്നെ സൈറ്റോളജി, ഡെൻഡ്രോളജി, അങ്ങനെയുള്ള കുറേ ഓളജികളുണ്ട് അല്ലേ, ബ്രാഞ്ചസ് ഓഫ് ബയോളജി. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. സുവോളജി,
ബോട്ടണി. അപ്പോൾ അതൊക്കെ എന്താ ഒരു സ്റ്റഡീസ്, ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് ബയോളജി എന്ത് ചെയ്യുക നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ ഡിസീസുകൾ. ഓക്കെ, ഇപ്പോൾ ഒരു കോളറ എന്താണ് കോസ് ചെയ്യുന്നത്, ഏത് ആണ് കോസ് ചെയ്യുന്നത്, അതുതന്നെ ടൈഫോയിഡ് എന്താണ് കോസ് ചെയ്യുന്നത്, ഓക്കെ, അത് ബാക്ടീരിയ ആണോ, അങ്ങനത്തെ ഉള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അടുത്തത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയയാണ് വുമൺ മൈൽ സ്റ്റോൺസ്. ഓക്കെ, ഉയർന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ എത്തിയ സ്ത്രീകൾ, അവരുടെ മൈൽ സ്റ്റോൺസ്. ഇപ്പോൾ ഫസ്റ്റ് വുമൺ ഗവർണർ, ഫസ്റ്റ് വുമൺ ചീഫ് മിനിസ്റ്റർ, ഫസ്റ്റ് വുമൺ ടു ബിക്കം എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്, സുപ്രീം കോടതി, അങ്ങനെ വുമൺ മൈൽ സ്റ്റോൺസ് അതൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ അസ്ട്രോണമി ഭാഗത്ത് പ്രധാനമായി ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്ലാനറ്റ്സ്, അതിൻ്റെ നിക്ക് നെയിംസ്. ഇപ്പോൾ ബ്ലൂ പ്ലാനറ്റ് ഏതാ, ഗ്രീൻ പ്ലാനറ്റ് ഏതാ, റെഡ് പ്ലാനറ്റ് ഏതാ. അപ്പോൾ പ്ലാനറ്റ്സും അതിൻ്റെ നിക്ക് നെയിംസും നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ ചോദിക്കാൻ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗത്ത്. ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കടൽ പോലെ കിടക്കുന്ന ഒരു സാധനമാണ്. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററിയാണ്, സ്വാതന്ത്ര്യ ചരിത്രമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അവിടുന്ന് ചോദ്യങ്ങൾ ചോദിച്ച് ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യ ചരിത്രം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി കൂടുതൽ നിങ്ങൾ നോക്കുക. പിന്നെ അതുപോലെ മുഗൾ ഹിസ്റ്ററി നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വൈസ്രോയിമാരുണ്ട്, ഗവർണർ ജനറൽ. ഇപ്പോൾ പല വൈസ്രോയിമാരും പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കണം. ഇപ്പൊ പെർമനന്റ് സെറ്റിൽമെന്റ് ആരാണ് കൊണ്ടുവന്നത്, ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മറ്റേ ഫാദർ ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഓക്കെ, ഫാദർ ഓഫ് സിവിൽ സർവീസ് ലോർഡ് കോൺവാലിസ്, ഓക്കെ, അങ്ങനെയുള്ള വൈസ്രോയ്സ്, ഗവർണർ ജനറൽ, അവർ നടപ്പിലാക്കിയ കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തൊന്ന് പഠിക്കാം. പിന്നെ ഇമ്പോർട്ടൻറ്റ് ബാറ്റിൽസ്, മെയിൻ യുദ്ധങ്ങൾ. ഇപ്പൊ പോയ വർഷങ്ങളിലൊക്കെ ചോദിച്ചത് നമ്മുടെ കൊളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു. അപ്പൊ ഇമ്പോർട്ടൻറ്റ് ബാറ്റിൽസ്, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, സെക്കൻഡ് ബാറ്റിൽ ഓഫ് അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ബാറ്റിൽസ് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് നോട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻസ് ഉണ്ട് ഇല്ലേ, ഇമ്പോർട്ടൻറ്റ് ആർമി ഓപ്പറേഷൻസ്. ആർമി മാത്രമല്ല, നേവി നടന്ന ഓപ്പറേഷൻ ഉണ്ട്, കേരള പോലീസ് നടന്ന ഓപ്പറേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഓപ്പറേഷൻ വിജയ് നമ്മുടെ കാർഗിൽ വാറുമായി ബന്ധപ്പെട്ട്, അപ്പോൾ അത് എന്താണ്, അപ്പോൾ ഓരോ ഓപ്പറേഷൻസും അത് എവിടെയാണ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഉള്ള ആ ഓപ്പറേഷൻ എവിടെയാണ് കണ്ടക്ട് ചെയ്തത് അതൊക്കെ നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഫുൾ ഫോംസ് പോയ വർഷം കെ ഫോണിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചത്. ഓക്കെ, അതുപോലെ സിമ്മിന്റെ ഫുൾ ഫോം എന്താ, LED ഫുൾ ഫോം എന്താ, അങ്ങനെയുള്ള സാധനം, LCD ഫുൾ ഫോം എന്താ, ഫുൾ ഫോംസ് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് പഠിക്കണം. അടുത്തത് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റിവേഴ്സ് ആൻഡ് ഡാംസ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് റിവേഴ്സും ഡാംസ്. ഇപ്പൊ ഡാമുകളുടെ ഭാഗത്ത് വരുന്ന ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരേ ഡാം തരും, അത് ഏത് റിവറിന് കുറുകയാണെന്ന് ചോദിക്കും. ദിസ് ഡാം ഈസ് അക്രോസ് വിച്ച് റിവർ, ഓക്കെ, അങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ അങ്ങനെ ആ ഭാഗങ്ങളിൽ അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫിയും എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്, വേൾഡ് ജോഗ്രഫി ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു നിക്ക് നെയിംസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ടെമ്പിൾ സിറ്റി, ഗാർഡൻ സിറ്റി, പിങ്ക് സിറ്റി, അങ്ങനെ അത് ഇന്ത്യൻ ലെവലിൽ, ഇന്ത്യ എന്ന കൺട്രി ലെവലിലും പഠിക്കണം, വേൾഡിലെ കൺട്രി ലെവലിലും പഠിക്കണം. ഓക്കെ, അപ്പോൾ ആ നിക്ക് നെയിംസ് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾ GK ഭാഗത്ത് കൂടുതലായി ഫോക്കസ് ചെയ്യേണ്ടത്. GK എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിൽ എനിക്ക് കണ്ടതിൽ വെച്ച്, ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്ഥിരമായി അത് ഈ ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളെ ഞാൻ നിങ്ങളായിട്ട് കൺവേ ചെയ്താണ്. GKയും കറണ്ട് അഫയേഴ്സും എങ്ങനെ പഠിക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ അനിയനും അനിയത്തിമാരുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, GK ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അവിടെ പോയി കഴിഞ്ഞ് നമുക്ക് GK സുഖമായിട്ട് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ PSC പ്രിപ്പയർ ചെയ്യുന്ന ചേട്ടനും ചേച്ചിമാരും ഉണ്ട്, അവരുടെ അടുത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, GK പഠിക്കാൻ പറ്റും. അവരോട് ചോദിച്ച് നമുക്ക് GK പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ PSCയുടെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലുകളുണ്ട്, അതിൽ നിന്ന് നമുക്ക് GK വളരെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഡിഗ്രി ലെവൽ ഇംഗ്ലീഷ് ഗൈഡ് യൂസ് ചെയ്ത് പഠിക്കുക. കാരണം ഇംഗ്ലീഷ് ടേംസിനോട് നമ്മൾ യൂസ്ഡ് ടു ആവണം, എന്നാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മലയാളത്തിൽ പഠിച്ചു വെച്ചു, ചിലപ്പോൾ എക്സാമിന് പോകുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ പരമാവധി നിങ്ങൾ ഇംഗ്ലീഷ് ടേംസിനോട് നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ടു ആവുക. അതുപോലെ തന്നെ GKയുടെ ബുക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
മേടിക്കാൻ കിട്ടും. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ വെച്ച് നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ബാങ്ക് കോച്ചിങ്, കോമ്പറ്റിറ്റീവ് എക്സാമിന് കോച്ചിങ് കൊടുക്കുന്ന സൈറ്റുകളുണ്ട്, യൂട്യൂബ് ചാനൽസ്. അവരൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഫോൺ എടുത്ത് കുത്തി സെർച്ച് ചെയ്യാനുള്ള ക്ഷമ മാത്രം കാണിച്ചാൽ മതി. നമുക്ക് ഒരുപാട് റിസോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോൺ എന്ന് പറയുന്ന സാധനം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് റിസോഴ്സുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ GK കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വാസ്റ്റ് ആണെന്നുള്ള ഒറ്റൊരു കാര്യമുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഹാർഡ് വർക്കിന് ഒട്ടും നിങ്ങൾ കുറവ് വരുത്തത്, മാക്സിമം വർക്ക് ചെയ്യുക. അപ്പോൾ ഉഷാറായി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടന്റ് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കണ്ടന്റ് ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.